ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോഗ്രാഫി ബൈ ശരത്തിൻ്റെ ഒരു വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോഗ്രാഫിയുടെ ക്ലാസ് ഫസ്റ്റ് തന്നെ എങ്ങനെയാണ് ക്യാമറ പ്രവർത്തിക്കുന്നത് എന്ന്, ബേസിക്കായിട്ട് ഒരു ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്കവരും ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കും. ഡിജിറ്റൽ ക്യാമറ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനെ മുന്നിലേക്ക് പിടിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ ഷട്ടർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ ക്യാമറ നിങ്ങൾക്കൊരു പടം തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ പടം എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിന് മുന്നിലൊന്ന് കാണിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ബട്ടൺ അല്ലെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പടം കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിന് മുന്നായി തന്നെ നമുക്ക് നമ്മളുടെ ക്യാമറയുടെ പാർട്സ്, ബേസിക്കായിട്ട് വരുന്ന പാർട്സ് എന്തെല്ലാമാണെന്നുള്ളത് നോക്കേണ്ടതാണ്. ഇപ്പോൾ ക്യാമറ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും ക്യാമറയാണ്. അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിൽ ഒരു ക്യാമറ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരം CCTV ക്യാമറകൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാഫിക്കിൽ പോയി കഴിഞ്ഞാൽ AI വെച്ചിട്ടുള്ള ക്യാമറകൾ വരെ ഇപ്പോൾ നമ്മളുടെ ട്രാഫിക്കിൽ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 3 തരം ക്യാമറകളാണ്. ഒന്ന് വരുന്നത് നമ്മളുടെ മൊബൈലിൽ വരുന്ന മൊബൈൽ ക്യാമറകളും, രണ്ടാമതായി വരുന്നത് DSLR ക്യാമറയും, അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ മിറർലെസ് ക്യാമറയും വരുന്നുണ്ട്. മിറർലെസ് ക്യാമറയുമാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മിറർലെസ് ക്യാമറയും DSLR ക്യാമറയും ഏകദേശം ഒരു സെറ്റിങ്സ് അല്ലാതെ നമുക്ക് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ രണ്ടും മാറി മാറി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വരുന്നത്. ഇനി എന്താണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് എന്നതാണ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫോട്ടോഗ്രാഫി എന്ന ഒരു കല എന്ന് തന്നെ പറയാം. ഫോട്ടോഗ്രാഫി എന്ന കല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളുടെ ക്യാമറയ്ക്ക് ലൈറ്റിനെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമ്മൾ ക്യാമറയിലേക്ക് വരുന്ന ലൈറ്റ്, അത് ക്യാമറകൾക്ക് ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റാണോ അതോ ഡിമായിട്ട് ലൈറ്റാണോ, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ല എങ്കിൽ പോലും അതുപോലും സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ക്യാമറകൾക്ക് കളറുകൾ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഫോട്ടോ ക്യാമറയിൽ പതിയുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ലൈറ്റ് ഉണ്ട്, എൻ്റെ മുന്നിൽ ലൈറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് വരുന്നത് ഫസ്റ്റ് പതിക്കുന്നത് ഇവിടെയാണ്, അല്ലെ ലെൻസിൻ്റെ മുന്നിലാണ് പതിക്കുന്നത്. ആ ലെൻസിൻ്റെ മുന്നിൽ പതിച്ച ലൈറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കടന്ന് ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ ഇടയിലായിട്ട് അതിനൊരു ആപ്ചർ ബ്ലേഡുകൾ ഉണ്ട്. അപ്പോൾ ആ ആപ്ചറിൻ്റെ ഉള്ളിൽ കൂടി അതിന് ചെറുതാവാനുള്ള കഴിവുണ്ട്. അത് നമ്മൾ പിന്നീട് ആപ്ചറിനെ കുറിച്ച് നല്ല രീതിയിൽ നോക്കുന്നതായിരിക്കും. ആ ആപ്ചറിൻ്റെ ഉള്ളിൽ കൂടിയാണ് ലൈറ്റ് വരുന്നത്. അത് വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ ലെൻസ് ഊരിയിട്ട് കാണിച്ചു തരാം. ഈ ലെൻസ് ഊരുന്നതെല്ലാം നമ്മൾ പിന്നീട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ലെൻസ് ഊരിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വേറൊരു ഭാഗമാണ്, ഇതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന വേറൊരു ഭാഗമാണ് ഷട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷട്ടർ മുകളിലേക്ക് പൊന്തുന്നതായിരിക്കും. ഷട്ടർ കട്ടനും മുകളിലേക്ക് പൊന്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇതിൻ്റെ സെൻസർ, ക്യാമറയുടെ സെൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഷട്ടർ പൊന്തിയതിന് ശേഷം ആ സെൻസറിലേക്ക് ഈ ലൈറ്റ് പതിക്കുന്നു. ഇത് ഒട്ടുമിക്ക എല്ലാ ക്യാമറകളിലും സംഭവിക്കുന്നത് നമ്മളിവിടെ ഈ ഷട്ടർ റിലീസ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ഷട്ടർ റിലീസ് ബട്ടണാണ്. ഇത് ഷട്ടർ റിലീസ് ബട്ടൺ. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ഷട്ടർ മുകളിലേക്ക് പൊന്തിക്കൊണ്ട് നമ്മളുടെ സെൻസറിലേക്ക് ആ വരുന്ന ലൈറ്റ് ക്യാപ്ചർ ആവുന്നത്. ഇത് ഒരു ഡിജിറ്റൽ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ആ വരുന്ന ലൈറ്റിനെ ഡിജിറ്റലി ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ ഒരു ഫയലാക്കി, JPG ആണ് നമ്മളിൽ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ JPG, അല്ലെങ്കിൽ റോ ഫയലാണ് സെറ്റ് ചെയ്തതെങ്കിൽ റോ ഫയലാക്കിയിട്ട് ഇതിൻ്റെ കാർഡിലേക്ക് സേവ് ചെയ്യുന്നു. അങ്ങനെയാണ് ബേസിക്കായിട്ട് ഒരു ക്യാമറ ഒരു പടം എടുക്കുന്നത്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഡിജിറ്റൽ ക്യാമറ, ഇതൊരു ഡിജിറ്റൽ ക്യാമറയാണ്. ഇതിന് മുന്നേ വരുന്ന സാധാരണ ഫിലിം ക്യാമറകൾ ഫോട്ടോ എടുക്കുവാൻ കുറച്ചുകൂടി പ്രയാസമാണ്. ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുവാൻ കുറച്ചുകൂടി എളുപ്പമാണെങ്കിലും ഇത് രണ്ടും ഏകദേശം ഒരു തിയററ്റിക്കലായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സിമിലറായ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രവർത്തിപ്പിച്ചിട്ടുള്ളവർക്ക് ഇതും കൂടി ഈ ഡിജിറ്റൽ ക്യാമറ കൂടി പ്രവർത്തിപ്പിക്കാൻ ചെറിയൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്സ്പോഷർ എന്നുള്ളതാണ്. ഈ ഫോട്ടോഗ്രാഫിയിൽ എക്സ്പോഷർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെടുത്ത പടം എത്ര, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പടം എത്ര ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ എത്ര ഡാർക്ക്നെസ്സോട് കൂടിയിട്ടുള്ളതാണ് എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സ്പോഷർ എന്ന് പറയുന്നത്. ഒരു ഫോട്ടോ നമ്മൾ എടുത്തതിൽ വളരെ ഡാർക്കായിട്ടാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ അണ്ടർ എക്സ്പോസ്ഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തത് നല്ല ഭയങ്കര ബ്രൈറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഓവർ എക്സ്പോസ്ഡ് ഫോട്ടോ എന്ന് പറയും. ഇനി നിങ്ങൾ എടുത്ത ഒരു ഫോട്ടോയിൽ ബ്രൈറ്റ്നെസ് കൂടുതലായിട്ടില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഡാർക്ക്നെസ്സും കൂടുതലായിട്ടില്ല, അതിൻ്റെ ഒരു മിഡിലായിട്ട് വരുന്നു, അതായത് നാച്ചുറലായിട്ട് ലുക്കിംഗ് ഉള്ള ഒരു ഫോട്ടോയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ കറക്റ്റ്ലി നല്ല രീതിയിലായിട്ട് എക്സ്പോഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എക്സ്പോഷർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എന്ന് പറയാവുന്നതാണ്. ഇനി ഈ സബ്ജക്റ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനെയാണ് ഫോട്ടോ എടുക്കുന്നത് അതിനെയാണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു മനുഷ്യനാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ പോർട്രേറ്റ് ഫോട്ടോ ആയിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില പ്രകൃതി നാച്ചുറലായിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു കടലിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മലയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യനാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. രണ്ടാമത് പറഞ്ഞതിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കടലാണ്, കടൽ തീരമാണ് നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ ഒട്ടുമിക്ക സമയങ്ങളിലും കറക്റ്റ്ലി എക്സ്പോസ്ഡ് ആയിരിക്കില്ല. അതായത് നല്ല രീതിയിൽ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സോ അതിന് മീഡിയമായി നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ ആയിരിക്കില്ല. നമ്മൾ ഒട്ടുമിക്ക ഫോട്ടോകൾ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമെല്ലാം നല്ല രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ സ്കൈ, അതിൻ്റെ ആകാശം വളരെ ഒരു വൈറ്റ് കളറിലായിട്ട് ഓവറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് പോകാറുണ്ട്. അതിൽ മേഘങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കാണാത്ത രീതിയിൽ ചിലപ്പോൾ ഓവറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ നദിയുടെയൊക്കെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു നദിയുടെ ഒരു സൈഡ് നല്ല രീതിയിൽ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നാച്ചുറലായിട്ട് വരികയും മറ്റൊരു സൈഡ് കുറച്ച് ഡാർക്കായി അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് പോകുവാനും സാധ്യതയുണ്ട്. ഇനി ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോ എടുക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് ഏത് തരം ആർട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ഫോട്ടോ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് ചില ഭാഗങ്ങളാണ് എടുക്കേണ്ടത് എങ്കിൽ അത് നിങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറൊക്കെ ആയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് എടുക്കണം. ഒരു ആർട്ടിസ്റ്റിനെ പോലെ നമ്മളൊരു പടം വരയ്ക്കുന്ന ആൾ വരയ്ക്കുന്നത് നിങ്ങൾ ചില സമയങ്ങളിൽ ചില ഭാഗങ്ങളിൽ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ടായിരിക്കും, ചില സ്ഥലങ്ങൾ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി കഴിഞ്ഞതിന് ശേഷം. പക്ഷേ നമ്മൾ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ അണ്ടർ എക്സ്പോസ്ഡിൻ്റെയും ഓവർ എക്സ്പോസ്ഡിൻ്റെയും ഇടയ്ക്കുള്ള നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഫോട്ടോകൾ എടുക്കുവാനാണ് ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണലായി കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായ രീതിയിലുള്ള ഫോട്ടോയൊക്കെ ഈ എക്സ്പോഷറിനെ വെച്ച് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ ക്യാമറയുടെ ഈ എക്സ്പോഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് 2-3 കീ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് വരുന്നത് അപ്പർച്ചർ, 2 വരുന്നത് ഷട്ടർ സ്പീഡ്, 3 വരുന്നത് ISO. ഒട്ടുമിക്ക എല്ലാ DSLR ക്യാമറകൾ അതുപോലെ തന്നെ മിറർലെസ് ക്യാമറകളിലും മൊബൈൽ ഫോണുകളിലും വരെ നമുക്ക് ഈ 3 സെറ്റിങ്സുകളും മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കുവാൻ പോകുന്നത്
ഈ കാര്യമാണ്. അതായത് നമ്മൾ ഈ 3 സെറ്റിങ്സുകളും മെയിനായിട്ട് വെച്ചുകൊണ്ട് മാനുവലായിട്ട് നമുക്ക് എങ്ങനെ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാം എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ബിഗിനേഴ്സ് ഉപയോഗിക്കുന്ന ഓട്ടോ മോഡിൽ നിന്ന് മാറിക്കൊണ്ട് മാനുവലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇമേജുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കുവാൻ പോകുന്നത്. ഈ ഓട്ടോ എന്ന് പറയുന്ന മോഡ് അത്രയ്ക്ക് പൊട്ട മോഡൊന്നുമല്ല. ഇപ്പോൾ വരുന്ന പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന ക്യാമറകളിലെല്ലാം നല്ല റിസൾട്ട് തന്നെ കിട്ടും. പക്ഷേ നമ്മൾക്ക് അങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ എല്ലാ സെറ്റിങ്സും അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ എല്ലാ സെറ്റിങ്സും അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സെറ്റിങ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല ഫോട്ടോ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഈ 3 സെറ്റിങ്സും അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO, ഈ 3 സെറ്റിങ്സും കൂടിയിട്ടാണ് ഒരു എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ 3 സെറ്റിങ്സിലും ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ ഡാർക്കർ അല്ലെങ്കിൽ ബ്രൈറ്റർ ആക്കി എടുക്കാം. ഈ 3 സെറ്റിങ്സും ഫോട്ടോഗ്രാഫിയുടെ മറ്റു പല ആസ്പെക്ട്സും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഒന്ന് വരുന്നത് ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നമ്മൾ പിന്നീട് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പിന്നീട് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാതും ഈ 3 സെറ്റിങ്സും ഈ എക്സ്പോഷർ ട്രയാങ്കിൾ വെച്ചുകൊണ്ട് ഇതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ 3 ഘടകങ്ങളല്ലാതെ നമ്മുടെ ഫോട്ടോ എത്രത്തോളം ഡാർക്കാണ്, എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത് എന്ന് നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് നമുക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഒരു സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഉച്ച സമയത്ത് പുറത്ത് എടുക്കുന്ന ഫോട്ടോ വളരെയധികം ഓവറായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിലൊക്കെ എടുക്കുന്ന ഫോട്ടോ വളരെ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഫോട്ടോ എത്രത്തോളം അണ്ടർ എക്സ്പോസ്ഡ് ആണ് അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആണ് എന്നുള്ളത് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3 ഘടകങ്ങളും കൂടാതെ. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സ്പോഷർ ട്രയാങ്കിളിനെ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കാവുന്ന ലൈറ്റുകളെ മാക്സിമം പ്രയോജനപ്പെടുത്തി കൊണ്ടാണ് നല്ല രീതിയിൽ എക്സ്പോഷർ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് എടുക്കുവാൻ കഴിയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്പർച്ചറിനെ കുറിച്ചിട്ട് വളരെ വിശദമായി തന്നെ നോക്കുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ തന്നെ ഓൾ അലർട്ട് എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. എന്നിരുന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അലർട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായും അതുപോലെ ഫാമിലി മെമ്പേഴ്സുമായും പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ശരത്.